Residue theorem. Cauchy's residue theorem. Statement. Let C be a positively oriented simple closed contour if a function f is analytic inside and on C except for a finite number of singular points zk where k equal to 1, 2, 3 up to n inside C. Then integral over C f of z dz equal to 2 pi I into sigma k equal to 1 to n residue of f of z at z equal to zk. Cauchy's residue theorem ഒരു ഇമ്പോർട്ടൻ്റ് തിയറമാണ്. തിയറം പറയുന്നത് സി ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. ആൻഡ് വി ഹാവ് എ ഫങ്ഷൻ എഫ് ഓഫ് സെറ്റ് അനലിറ്റിക് ആണ് ഇൻസൈഡ് ആൻഡ് ഓൺ സി. സിയുടെ ഉള്ളിലും സിയിലും, അതായത് ആ കർവിൻ്റെ ഇൻറ്റീരിയറിലും എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലാർ പോയിൻറ്റ്സ്. അതായത് ഇതിനുള്ളിൽ n പോയിൻറ്റ്സ് ഉണ്ട്, Z1, Z2, Z3 എക്സെട്ര Zn. ഈ n പോയിൻറ്റ്സിലൊഴികെ ബാക്കി ഈ സിയിലും സിയുടെ ഉള്ളിലും ഉള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സിലും എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് സെഡിൻ്റെ റെസിഡ്യൂ കാണാം ഓരോ പോയിൻറ്റിലും. അനാലിറ്റിക് അല്ലാത്ത, അതായത് എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത n പോയിൻറ്റ്സ് ആണുള്ളത്, Z1, Z2 എക്സെട്ര Zn. അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ്. ആ ഓരോ പോയിൻറ്റിലെയും റെസിഡ്യൂ കാണാം, അവയുടെ സമ്മ് കാണാം. സിഗ്മ k ഈക്വൽ ടു 1 to n റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് z ഈക്വൽ ടു zk. അതായത് ഈ സിയുടെ ഉള്ളിലുള്ള ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസിലെ റെസിഡ്യൂസ് കാണാം. ആ റെസിഡ്യൂസിൻ്റെ എല്ലാം സമ്മ് അതിനെ 2 പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇൻ്റഗ്രേഷൻ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ, അതായത് z ഈക്വൽ ടു z ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതുപോലെ Cauchy's ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ഫോർമുല അപ്ലൈ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ റെസിഡ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എഫ് ഓഫ് സെഡിൻ്റെ ഇൻ്റഗ്രൽ ഓവർ സി കാണാൻ ആ സിയുടെ ഉള്ളിൽ ഉള്ള സിയുടെ ഇൻറ്റീരിയറിലുള്ള എഫ് ഓഫ് സെഡിൻ്റെ എല്ലാ സിംഗുലാർ പോയിൻറ്റ്സിലെയും റെസിഡ്യൂ ആണ്, അതിൻ്റെ സമ്മിനെ 2 പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ് എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻസൈഡ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സി, positively oriented simple closed contour C, and there are a finite number of points that are completely contained in the interior of the positively oriented curve C. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനും Z1, Z2, Z3 എക്സെട്ര Zn ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസ് ആണ് എഫ് ഓഫ് സെഡിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓരോ ZK സെൻറ്ററായിട്ട് നമ്മൾ ഓരോ സർക്കിൾസ് കൺസിഡർ ചെയ്യാം. പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾസ് വിത്ത് സെൻറ്റേഴ്സ് Z1, Z2, Z3 എക്സെട്ര Zn. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ നമ്പറാണ്, സച്ച് ദാറ്റ് ആ സർക്കിൾസ്, ഇപ്പോൾ Z1 സെൻറ്ററായിട്ടുള്ള സർക്കിൾ നമ്മളതിനെ C1 എന്ന് വിളിച്ചാൽ പോസിറ്റീവ്ലി ഓറിയൻ്റ് ആണ്, C1 എന്ന് വിളിച്ചു. Z2 സെൻറ്ററായിട്ട് നമ്മൾ C2 എന്ന് പറയുന്ന ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. Z3 സെൻറ്ററായിട്ട് C3 എക്സെട്ര Zn സെൻറ്ററായിട്ട് Cn. ഓരോ CKകളും സെൻറ്റർ ZK ആയിരിക്കണം. റേഡിയസ് ഈ സർക്കിൾ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ സർക്കിളും സർക്കിളിൻ്റെ ഇൻറ്റീരിയറും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ സി ആയിരിക്കണം. സിയുടെ ഉള്ളിൽ തന്നെ, അതായത് ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് ഭാഗം പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, അങ്ങനെയുള്ള സർക്കിൾസ് ആയിരിക്കണം. അതുപോലെ ഓരോ ZK സെൻറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുമല്ലോ, ആ സർക്കിളുകൾ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഒരു Z4 ഉണ്ടെങ്കിൽ Z4ൻ്റെയും Z3യുടെയും സെൻറ്ററായിട്ട് വരുന്ന സർക്കിൾസ് ഇങ്ങനെ വരാൻ പാടില്ല. സോ അതിനനുസരിച്ചുള്ള ഒരു നമ്പർ റേഡിയസ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് C1, C2 etc. Cn positively oriented circles with the centers at the points Z1, Z2 etc. Zn and radii
so small that C1, C2, etc. Cn are all inside C and do not overlap. ആ കണ്ടീഷനിലാണ് നമ്മൾ ഈ സർക്കിൾസ് അതിൻ്റെ റേഡിയസും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് C1, C2, etc. C1, C2, etc. Cn n സർക്കിൾസ് കിട്ടി. അപ്പോൾ ഈ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സിയുടെ ഇൻറ്റീരിയറിലും സിയിലും അനലിറ്റിക്കാണ്. എക്സെപ്റ്റ് അപ്പോൾ ഈ ഓരോ സി ഐസിൻ്റെയും C1, C2, etc. Cnൻ്റെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, അതായത് ഈ കർവ് സിയും അതിനുള്ളിലുള്ള കുറേ സർക്കിൾസും ചേർന്നിട്ടുള്ള ഈ സിസ്റ്റം ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ ഫോം ചെയ്യും. ഒരു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ, അതായത് ഒരു റീജിയൻ അതിനുള്ളിൽ അനാലിറ്റിക് അല്ലാത്ത കുറച്ച് റീജിയൻസ്, ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത കുറച്ച് റീജിയൻസ്. അപ്പോൾ മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻ ഒരു ഡൊമൈൻ നമുക്ക് കിട്ടും ഈ ഒരു സിസ്റ്റം. സോ നമുക്ക് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈനിലുള്ള കോഷി ഗോർസാറ്റ് തിയറം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് സിംപ്ലി കണക്റ്റഡ് റീജിയനിലും പറയുന്നുണ്ട്, മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനിലും പറയുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനിലുള്ള മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനിലുള്ള കോഷി ഗോർസാറ്റ് തിയറം നമ്മൾ ഈ ഡൊമൈനിൽ അപ്ലൈ ചെയ്താൽ വി ഹാവ് ഇതായിരുന്നു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, പിന്നെ മൈനസ് എത്ര കർവ് ഉണ്ടോ അത് സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതായിരുന്നു മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയനിലുള്ള കോഷി ഗോർസാറ്റ് തിയറം. സോ ഇൻ്റഗ്രൽ ഓവർ സി ആണ് നമുക്ക് വേണ്ടത്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നൗ ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1, 2, 3 up to n എഫ് ഓഫ് സെഡ് എന്താണ്? അനലറ്റിക് ഇൻ ദ ഡിസ്ക്. നമ്മൾ ഓരോ സെറ്റ് കെ സെൻറ്ററായിട്ട് നമ്മൾ ഓരോ ഡിസ്ക് കൺസിഡർ ചെയ്താൽ സം റേഡിയസ് ആർ നോട്ട്, അതിൽ ഈ സെഡ് കെയിൽ Z1, Z2, etc. Zn എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ല. അപ്പോൾ ആ പോയിൻറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 0 ലെസ് ദാൻ മോഡ് Z മൈനസ് സെഡ് കെ ലെസ് ദാൻ ആർ നോട്ട് എന്ന് പറയുന്ന ഡിസ്ക്, അവിടെ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സെഡ് കെയിൽ മാത്രമേ പ്രോബിൾ ഉള്ളൂ, അത് നമ്മൾ ഒഴിവാക്കി. സോ ഈ പങ്ക്ച്വേർഡ് ഡിസ്കിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. ആർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഡിസ്റ്റൻസ് ഫ്രം സെഡ് കെ ടു ദ നിയറസ്റ്റ് സിംഗുലർ പോയിൻറ്റ് സെഡ് കെയിൽ നിന്ന്, അതായത് Z1-ൽ നിന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ Z1 എടുക്കുകയാണെങ്കിൽ Z1-ൽ നിന്ന് നിയറസ്റ്റ് സിംഗുലാരിറ്റി അത് ഏതാണോ അത് Z2, Z3, etc. Zn ഏതും ആവാം, അതിലേക്കുള്ള ആ ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ ആ ഡിസ്കിൻ്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ഈ ഡിസ്കിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണ്. സോ അതിനൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to infinity an z മൈനസ് z നോട്ട് അല്ല ZK ആണ് നമ്മളിവിടെ എടുക്കുന്നത്, z മൈനസ് ZK ഹോൾ റേസ് ടു n പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity bn ബൈ z മൈനസ് ZK ഹോൾ റേസ് ടു n. ഇനി നമുക്കറിയാം റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു ZK എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ z മൈനസ് ZK ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് 1 ബൈ z മൈനസ് ZK. അപ്പോൾ എന്ന് പറഞ്ഞാൽ B1, അതിനെയാണ് നമ്മൾ B1, അതായത് n-ന് 1 കൊടുക്കുമ്പോഴാണ് 1 ബൈ z മൈനസ് ZK എന്ന് കിട്ടുക. സോ B1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ്. Bn എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ z മൈനസ് ZK ഓൾ റേസ് ടു മൈനസ് n പ്ലസ് 1 ആണ്. സോ B1 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ z മൈനസ് ZK മൈനസ് 1 പ്ലസ് 1 0 എന്ന് വരും. സോ 1 ബൈ 2 പൈ ഐ ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ്, അതാണ് നമുക്ക് B1 കിട്ടുക. സോ ഇതിൽ നിന്നും ഈ B1-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു ZK ദാറ്റ്സ് ഈക്വൽ ടു B1, അതാണ്
1 by 2 pi I into integral over ck f of z dz. ഇതിൽ നിന്നും ഇൻ്റഗ്രൽ ഓവർ സി കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ 2 pi I ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് കെ എന്ന് കിട്ടും. ഇത് നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഈ ഇൻ്റഗ്രൽ ഓവർ സി കെക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സെഡ് കെ. ദാറ്റ് ഈസ് 1 ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു sigma k equal to 1 to n 2 pi I into residue of f of z at z equal to zk. 2 pi I is a constant, so 2 pi I into sigma k equal to 1 to n residue of f of z at z equal to zk. So that is the proof of residue theorem. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാർ പോയിൻറ്റ്സ് കാണാം. ആ പോയിൻറ്റ്സിൽ ഓരോ പോയിൻറ്റിലുള്ള റെസിഡ്യൂ കാണാം, അതിൻ്റെ സമ്മ്, ദെൻ അതിനെ 2 pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് റെസിഡ്യൂ തിയറം. നൗ വി ഹാവ് എ പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് ക്യൂബ് ഇൻറ്റു സെഡ് മൈനസ് 1 വേർ സി ഈസ് ദ സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 2. സോ ഇത് ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, എക്സ്റ്റൻഷൻ ഫോർമുല ഉപയോഗിച്ച്, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് എ ബൈ സെഡ് മൈനസ് 1 പ്ലസ് ബി ബൈ അങ്ങനെ എഴുതിയിട്ട് ചെയ്യാം. റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് ചെയ്യാം. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റെസിഡ്യൂ തിയറം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ വി ടേക്ക് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 1 ബൈ സെഡ് ക്യൂബ് ഇൻറ്റു സെഡ് മൈനസ് 1. സോ ഫസ്റ്റ് നമ്മൾ സിംഗുലാർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. This function f of z is analytic except at z cube into z minus 1 equal to 0. That is z equal to 0, z equal to 1. ഇനി നമ്മുടെ കർവ് നോക്കണം. നമ്മൾ ആ സിയുടെ ഉള്ളിലുള്ള ഓവർ സി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സിയുടെ ഉള്ളിലും സിയുടെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് 0 0 സെൻറ്ററും 2 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ. 0 0 സെൻറ്ററും 2 റേഡിയസും ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ -2 2 2i -2i. സോ 0 ഇവിടെ വരും, 1ഉം രണ്ടും സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അതായത് നമ്മൾ 2 pi I ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്നാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ആ സം ഓഫ് റെസിഡ്യൂസ് കാണുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കർവിൻ്റെ ഇൻറ്റീരിയറിലുള്ള പോയിൻറ്റ്സിലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ ഇപ്പോൾ സെഡ് ഈക്വൽ ടു 3 എന്നുകൂടെ വന്നു വിചാരിക്കുക. അപ്പോൾ 3 ഔട്ട്സൈഡാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 3ലെ റെസിഡ്യൂ കാണേണ്ട ആവശ്യമില്ല. 0ലെയും 1ലെയും റെസിഡ്യൂ മാത്രം കാണാം. ആഡ് ചെയ്യുക, ദെൻ 2 pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ അപ്പോൾ ഉള്ള രണ്ട് പോയിൻറ്റ്സും, അതായത് സെഡ് ഈക്വൽ ടു 0യും സെഡ് ഈക്വൽ ടു 1ഉം ഇൻസൈഡ് സി ആണ്. സോ ബൈ കോഷീസ് റെസിഡ്യൂ തിയറം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് 2 pi I ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്, അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0 കാണണം, പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1. ഈ രണ്ട് റെസിഡ്യൂവും കണ്ട് അതിൻ്റെ സമ്മ് കണ്ടാൽ നമുക്ക് സമ്മ് ദെൻ മൾട്ടിപ്ലൈ ബൈ 2 pi I. സോ അറ്റ് z ഈക്വൽ ടു 0 വി ഹാവ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത് z മൈനസ് 0 ഓൾ റൈസ് ടു 3, ദാറ്റ് ഈസ് z ക്യൂബ് ആണ് ടേം. ദാറ്റ് ഈസ് പോൾ ഓഫ് ഓർഡർ 3 ആണ്. അതേപോലെ z ഈക്വൽ ടു 1 പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ z ഈക്വൽ ടു 0 ഇസ് എ പോൾ ഓഫ് ഓർഡർ 3 for f of z. Then residue of f of z at z equal to 0 equal to 1 by 3 minus 1 factorial limit z tends to 0 d square by dz square of z cube into f of z എന്ന് പറഞ്ഞാൽ 1 by z cube into z minus 1. z cube cancel ചെയ്ത് പോവും. then 1 by 2 factorial, that is 1 by 2 into limit z tends to 0 d square by dz square of 1 by z minus 1. 1 by z minus 1നെ രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആദ്യ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 by z minus 1
ഹോൾ സ്ക്വയർ വരും. ദെൻ രണ്ടാമത്തെ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2/z-1 ഹോൾ ക്യൂബ് എന്ന് വരും. ദറ്റ് ഈസ് 2/z-1 ഹോൾ ക്യൂബ്. ദറ്റ് ഈസ് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു 2/0-1 ഹോൾ ക്യൂബ്. ദറ്റ് ഈസ് -1. സോ z ഈക്വൽ ടു 0യിൽ റെസിഡ്യൂ -1 ആണ്. ദെൻ അതുപോലെ അറ്റ് z ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോളാണ്, പോൾ ഓഫ് ഓർഡർ 1 ആണ്. സോ ഇക്വേഷൻ റെസിഡ്യൂ ഓഫ് f ഓഫ് z അറ്റ് z ഈക്വൽ ടു 1, ദറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു 1 z-1 into f of z, 1/z³ into z-1, z-1 cancelled, then limit കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. So integral over c f of z dz equal to 2 pi into -1 plus 1, that is equal to 0. So the integral value of integration is 0 in this case. Now next we have another problem. Evaluate integral over c 2z square plus 2 divided by z square minus 1 dz were over രണ്ട് കർവുകൾ തന്നിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻസ്. സി ഈസ് ദി സർക്കിൾ മോഡ് z minus 1 equal to 1 in the counter clockwise direction, and second one c is the circle mod z equal to 2 in the counter clockwise direction. രണ്ടിലും പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. ആദ്യത്തെ സർക്കിൾ സെൻറ്റർ 1ഉം റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിളാണ്. രണ്ടാമത്തേത് സെൻറ്റർ 0 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. സോ ഫസ്റ്റ് വി ടേക്ക് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 2z സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ആണ്. അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ z സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. z ഈക്വൽ ടു 1ലും z ഈക്വൽ ടു മൈനസ് 1ലും അനാലിറ്റിക് അല്ല, ദേ ആർ ദി ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ്. Now first curve എടുക്കാം. mod z minus 1 c such that mod z minus 1 equal to 1, that is center 1ഉം റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിൾ. സെൻറ്റർ 1ഉം റേഡിയസ് 1ഉം ആയിട്ടുള്ള സർക്കിൾ. സോ ഇത് 1 then 2 this is 0. അപ്പോൾ ഈ സർക്കിളിനുള്ളിലുള്ള സിംഗുലാർ പോയിൻറ്റ്സിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. 1 സർക്കിളിനുള്ളിലാണ്, പക്ഷേ -1 സർക്കിളിന് പുറത്താണ്. സോ എന്ത് കണ്ടാൽ മതി, ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ 2 pi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആണ്. പക്ഷേ ആകെ രണ്ട് സിംഗുലാർ പോയിൻറ്റ്സ് ആണുള്ളത്, +1ഉം -1ഉം. ആക്ച്വലി നമുക്ക് കാണേണ്ടത് അതിലുള്ള രണ്ടിലും സമ്മാണ്. എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു -1ലും പ്ലസ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു +1ലുമാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ z ഈക്വൽ ടു -1 എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ സർക്കിളിന്, ഗിവൺ സിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കർവിന് പുറത്താണ്. സോ ആ പോയിൻറ്റിലെ റെസിഡ്യൂ എന്ത് ചെയ്യേണ്ട, കാണേണ്ട ആവശ്യമില്ല. സോ ഇക്വേഷൻ എങ്ങനെയായി മാറും, 2 pi ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 1ലെ മാത്രം കണ്ടാൽ മതി. സോ ഈ റെസിഡ്യൂ കാണാം, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 1. ഈ z സ്ക്വയർ മൈനസ് 1ന് നമുക്ക് z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എഴുതാം. അപ്പോൾ z ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ടേം അതിൻ്റെ പവർ 1 ആണ്. സോ അതൊരു z ഈക്വൽ ടു 1 ഒരു സിമ്പിൾ പോളാണ്. z ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ. അപ്പോൾ സിമ്പിൾ പോളിലെ റെസിഡ്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലിമിറ്റ് z ടെൻസ് ടു 1 ആണ്. z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ 2z സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 1. ഈ z സ്ക്വയർ മൈനസ് 1നെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 എഴുതാം. z minus 1 get cancelled, then by putting the value 1 we get 4 by 2, that is 2. So residue 2 ആണ്. Therefore integral over c 2z square plus 2 divided by z square minus 1 dz equal to 2 pi I into 2, that's equal to 4 pi I. That is the answer in the first case. Second case c such that mod z equal to 2 ആണ്. അതായത് സെൻറ്റർ 0 0യും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ്. റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ
2 minus 2. Z equal to -1 plus 1 ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്സ്. രണ്ട് പോയിന്റും സർക്കിളിനുള്ളിൽ വരും. സോ രണ്ട് പോയിന്റിലെ റെസിഡ്യൂ കാണാം. ഈ കേസിൽ ഇന്റഗ്രൽ ഓവർ C f of z dz equal to 2 pi I into residue of f of z at z equal to -1 plus residue of f of z at z equal to +1. So residue of f of z at z equal to 1. നമുക്കറിയാം സിമ്പിൾ പോളാണ് രണ്ടും. ലിമിറ്റ് z ടെൻസ് ടു 1 z minus 1 into 2z square plus 2 divided by z plus 1 into z minus 1 എഴുതാം. സോ വി ഗെറ്റ് 2. നമ്മൾ നേരത്തെ ചെയ്തതാണ്. റെസിഡ്യൂ ഓഫ് f of z equal to -1. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു -1 z minus -1 that is z plus 1 into f of z 2z square plus 2 divided by z plus 1 into z minus 1. Z plus 1 get cancelled. By putting the limit we get 4 by -2. 4 by -2 that is equal to -2. അപ്പോൾ 2 -2 ആണ് കിട്ടിയത്. Then integral over C 2z square plus 2 divided by z square minus 1 dz equal to 2 pi I into 2 plus -2. 2 plus -2 that's equal to 0. ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടും. സോ ഫസ്റ്റ് കേസിൽ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നമുക്ക് 4 pi I കിട്ടി. സെക്കൻഡ് കേസിൽ അതേ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ അതിൻ്റെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ 0 എന്നാണ് കിട്ടിയത്. Now next we have another problem. Evaluate integral over C z cos h pi z dz divided by z raised to 4 plus 13z square plus 36, where C is any closed path enclosing all singularities and is oriented in the positive direction. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സി എന്താണെന്ന് തന്നിട്ടില്ല. അതായത് സർക്കിളാണെന്നോ ഏതെങ്കിലും ഒരു കർവാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സി എന്താണ്? ഈ ഫംഗ്ഷൻ, അതായത് ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്, എഫ് ഓഫ് സെഡ് എന്ന പേര് കൊടുത്തു. സെഡ് കോസ് എച്ച് പൈ സെഡ് ഡിവൈഡ് ബൈ സെഡ് റൈസ് ടു 4 പ്ലസ് 13z സ്ക്വയർ പ്ലസ് 36 എന്നാണ്. ഈ ഫംഗ്ഷന് എത്രയൊക്കെ സിംഗുലാർ പോയിൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം ഉൾക്കൊള്ളുന്ന, അതിനെല്ലാം കവർ ചെയ്യുന്ന ഒരു കർവ്, അതാണ് സി. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ആയാലും അതുപോലെ നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആയാലും നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പാത്ത് അറിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷനിൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ പാത്ത് കൃത്യമായിട്ട് അറിയണം. എന്നാലേ നമുക്ക് ആ പാത്തിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സി എന്ന് പറയുന്നത് എല്ലാ സിംഗുലാർ പോയിൻറ്റ്സിനെയും കവർ ചെയ്യുന്ന ഒരു പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് പാത്ത്, എനി ക്ലോസ്ഡ് പാത്ത് എൻക്ലോസിങ് ആൾ സിംഗുലാരിറ്റീസ് ആൻഡ് ഈസ് ഓറിയൻറ്റഡ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ 2 pi I ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാ റെസിഡ്യൂസിൻ്റെയും സമ്മ്, എല്ലാ സിംഗുലാർ പോയിൻറ്റ്സിലെയും റെസിഡ്യൂസിൻ്റെ സമ്മ് കാണണം എന്നാണ് അതിനർത്ഥം. അതായത് ഒരു പോയിൻറ്റും നമുക്ക് ഒഴിവാക്കാനില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു കേസിൽ ഒരു സെഡ് ഈക്വൽ ടു 1 മാത്രം റെസിഡ്യൂ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു കേസില്ല, എല്ലാ പോയിൻറ്റിലെയും റെസിഡ്യൂ കാണും. അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 0 എന്ന പോയിൻ്റ്, ദാറ്റ് ഈസ് സെഡ് റൈസ് ടു 4 പ്ലസ് 13z സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 0. അപ്പോൾ അതിന് നമുക്ക് z സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 13z സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 0. അപ്പോൾ ഇത് z സ്ക്വയറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിനെ നമുക്ക് z സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ z സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ഓർ z സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. സോ z സ്ക്വയർ ഈക്വൽ ടു -4 ഓർ z സ്ക്വയർ ഈക്വൽ ടു -1. സോ z ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ z ഈക്വൽ ടു +or -2i എന്നും
സെക്കൻഡ് കേസിൽ സെറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3i എന്നും കിട്ടും. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനെ സെറ്റ് റൈസ് ടു 4 ഈ ഫംഗ്ഷനെ സെറ്റ് റൈസ് ടു 4 പ്ലസ് 13z² പ്ലസ് 36നെ നമുക്ക് എങ്ങനെ എഴുതാം? z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 2i ഇൻറ്റു z മൈനസ് 4i അല്ല 3i z മൈനസ് 3i ഇൻറ്റു z പ്ലസ് 3i എന്ന് എഴുതാം. അതായത് ഇതിന് 4 സിംഗുലാർ പോയിൻറ്റ്സ് ഉണ്ട്. പ്ലസ് 2i മൈനസ് 2i 3i മൈനസ് 3i. ഓരോന്നും എന്താണ്? സിമ്പിൾ പോൾസ് ആണ്. അതായത് എഫ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് കോസ് എച്ച് പൈ സെഡ് ഡിവൈഡ് ബൈ ഇതായിരുന്നു ഫംഗ്ഷൻ. അതിന് പകരം z മൈനസ് 2i z പ്ലസ് 2i z മൈനസ് 3i ഇൻറ്റു z പ്ലസ് 3i. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഓരോ പോയിൻറ്റും പ്ലസ് ഓർ മൈനസ് 2i പ്ലസ് ഓർ മൈനസ് 3i ഓരോന്നും എന്താണ്? ഓരോന്നിൻ്റെയും പവർ 1 ഒറ്റ തവണ വരുന്നുള്ളൂ. ഓരോ പവറും ഓരോ ടേമും എല്ലാം സിമ്പിൾ പോൾസ് ആണ്. അപ്പോൾ ഓരോ പോയിൻറ്റിലുള്ള റെസിഡ്യൂ കാണാം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 2i ദാറ്റ്സ് ഈക്വൽ ടു സിമ്പിൾ പോളാണ്. സോ ലിമിറ്റ് z ടെൻസ് ടു 2i z മൈനസ് 2i ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ z കോസ് എച്ച് പൈ സെഡ് ഡിവൈഡ് ബൈ z മൈനസ് 2i z പ്ലസ് 2i ബാക്കിയുള്ളത് z മൈനസ് 3i z പ്ലസ് 3i. അതിൽ z മൈനസ് 2i എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ സെഡിന് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2i ഇൻറ്റു കോസ് എച്ച് പൈ 2i ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എച്ച് 2πi എന്ന് എഴുതാം. 2πi ഡിവൈഡ് ബൈ ഇവിടെ കൊടുക്കുമ്പോൾ 2i മൈനസ് 2i കൊടുക്കുമ്പോൾ മൈനസ് 4i 2i കൊടുക്കുമ്പോൾ സെറ്റിന് പകരം 2i കൊടുക്കും. 4i ഇൻറ്റു മൈനസ് i ഇൻറ്റു 5i. ഓക്കെ, സോ വി ഗെറ്റ് താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ i² വരും. ദെൻ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. ദെൻ 20i എന്ന് വരും. 20i ദെൻ 2i കോസ് എച്ച് 2πi. ഇതിനെ നമുക്ക് കോസ് എച്ച് i 2π അതായത് ഒരു കോസ് എച്ച് iy എന്നുള്ള ഫോമിൽ. കോസ് എച്ച് iy എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കോസ് എച്ച് iy എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് y ആണ്. ദാറ്റ് ഈസ് ഇതെന്ത് വരും? കോസ് എച്ച് i 2π എന്ന് പറഞ്ഞാൽ കോസ് 2π എന്ന് വരും. കോസ് 2π. ദെൻ i ആൻഡ് i ക്യാൻസൽഡ്. 2 ആൻഡ് 20 10. ഇപ്പോൾ കോസ് 2π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. സോ 1/10 എന്ന് കിട്ടും. സോ ഫസ്റ്റ് പോയിന്റിൽ റെസിഡ്യൂ 1/10 ആണ്. ദെൻ നെക്സ്റ്റ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് 2i. സിമ്പിൾ പോൾ തന്നെയാണ്. ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 2i z മൈനസ് 2i ദാറ്റ് ഈസ് z പ്ലസ് 2i ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് കോസ് എച്ച് പൈ സെഡ് ഡിവൈഡ് ബൈ z മൈനസ് 2i z പ്ലസ് 2i ദെൻ അടുത്തത് z മൈനസ് 3i ആൻഡ് z പ്ലസ് 3i. z പ്ലസ് 2i getting cancelled. Then മൈനസ് 2i ഇൻറ്റു കോസ് എച്ച് മൈനസ് i 2π കാരണം മൈനസ് 2i ആണ് വരുന്നത്. അപ്പോൾ മൈനസ് i 2π എന്ന് വരും. താഴെ മൈനസ് 2i കൊടുക്കുമ്പോൾ മൈനസ് 4i ഇൻറ്റു മൈനസ് 5i ഇൻറ്റു i. സോ താഴെ വരുന്നത് സിമിലർലി i ആൻഡ് i ക്യാൻസൽഡ്. ഒരു മൈനസ് ക്യാൻസൽ ചെയ്യും. ദെൻ i ഇൻറ്റു i i² ആണ്. ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ 20
20 വരും. Then cos h I 2 pi, that is cos minus 2 pi ആണ്. cos minus 2 pi എന്ന് പറഞ്ഞാൽ cos minus theta cos theta തന്നെയാണ്. cos 2 pi, cos 2 pi by 10 again 1 by 10 എന്ന് കിട്ടും. Then next 3iലെ റെസിഡ്യൂസ് ആണ് ഇനി കാണാനുള്ളത്. z equal to 3iലെയും minus 3iലെയും residue of f of z at z equal to 3i. That's equal to limit z tends to 3i, z minus 3i into f of z എന്ന് പറഞ്ഞാൽ z cos h pi z divided by z plus 2i, z minus 2i, z plus 3i and z minus 3i. z minus 3i. Okay, z minus 3i getting cancelled. Then limit കൊടുക്കുമ്പോൾ 3i into cos h I 3 pi. Okay, divided by 3i കൊടുക്കുമ്പോൾ 5i into I into 6i. Okay, then I and I getting cancelled. താഴെ വരുന്നത് I square minus 1 വരും. അപ്പോൾ minus 30 താഴെ വരും. Then cos h I 3 pi എന്ന് പറഞ്ഞാൽ cos 3 pi. cos 3 pi minus 1 ആണ്. അപ്പോൾ minus 1 by also ഇവിടെ ഒരു 3 ഉണ്ട്. സോറി, 3 cos 3 pi. So cos 3 pi minus 1. അപ്പോൾ minus 3 by minus 30. That is 1 by 10. Again 1 by 10 എന്ന് കിട്ടും. അടുത്തത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് 3i ആണ്. സിമ്പിൾ പോളാണ്. ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 3i, z മൈനസ് മൈനസ് 3i, ദാറ്റ് ഈസ് z പ്ലസ് 3i ഇൻറ്റു എഫ് ഓഫ് സെഡ്. സെഡ് കോസ് എച്ച് പൈ സെഡ് ഡിവൈഡ് ബൈ z പ്ലസ് 2i, z മൈനസ് 2i ഇൻറ്റു z പ്ലസ് 3i ഇൻറ്റു z മൈനസ് 3i. z പ്ലസ് 3i ഗെറ്റിംഗ് ക്യാൻസൽഡ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 3i കോസ് എച്ച് മൈനസ് I 3 pi divided by minus 5i into minus I into minus 3i അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. minus I into minus 5i into minus 6i. Okay, then minus and minus getting cancelled. ഇവിടെ ആൾറെഡി 3 മൈനസും 4 മൈനസ് ഉണ്ട്. അത് മൊത്തത്തിൽ ക്യാൻസൽ ആവും. ദെൻ താഴെ വരുന്നത് minus 30. ദെൻ cos h I 3 pi, that is cos h മൈനസ് ഉണ്ട്. cos h മൈനസ് I 3 pi, that is cos h മൈനസ് y എന്ന് വരും. cos h മൈനസ് 3 pi എന്ന് വരും. that is cos മൈനസ് 3 pi എന്ന് വരും. cos മൈനസ് തീറ്റ cos തീറ്റയാണ്. that is cos 3 pi. ആൾറെഡി ഒരു 3 ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു cos 3 pi ബൈ മൈനസ് 30. cos 3 pi മൈനസ് 1 ആണ്. അപ്പോൾ minus 3 by minus 30, that is again 1 by 10. Residue same ആണ്, 1 by 10 ആണ്. So by Cauchy's residue theorem, interval over C f of z dz equal to 2 pi I into sum of residue of f of z at z equal to 2i plus residue of f of z at z equal to minus 2i plus residue of f of z at z equal to 3i and plus residue of f of z at z equal to minus 3i. That is 2 pi I into 1 by 10 plus 1 by 10 plus 1 by 10 plus 1 by 10. That is 2 pi I into 4 by 10. That is we get 4 pi I by 5. 4 pi I by 5 എന്ന് കിട്ടും.